താഴത്തോട്ട് പോയി പോകും. പണി കിട്ടല്ലോ. ഇങ്ങനെ ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒന്ന് രണ്ടും എന്റെ അനിയന്മാരാണ് കേട്ടോ. പക്ഷെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അയ്യോ എന്റെ ഉമ്മ, അയ്യോ പോയി. ഇപ്പൊ തന്നെ ഞാൻ താഴത്ത് കിട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ടു ബബീസ് കാശി BK ബ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് എവിടെയാണ്? കോഴിക്കോട് പൂവാറൻതോട് എന്ന സ്ഥലത്താണ്. പൂവാറൻതോടിലെ ഒരു നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലം എന്ന് പറയുമ്പോൾ വളരെയധികം മനോഹരമാണ്. ഒന്നാമത്തെ കാരണം പിന്നെ അത്ര ഫേമസ് ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ വരുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ കണ്ടെത്തി വരാൻ, അതായത് ഒരുപാട് ദൂരമുണ്ട്. കോഴിക്കോട് എക്സാക്ട് എത്ര കിലോമീറ്റർ എനിക്ക് അറിയത്തില്ല. മുക്കം വഴിയാണ് വന്നത്. ആ മുക്കം വഴി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട്. ഇപ്പോൾ നല്ലൊരു പ്രദേശമാണ്, അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല അരുവികളാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടുമ്പുംപാറ രസമുണ്ട്. അതായത് നമ്മൾ ഉടുമ്പുംപാറയിലോട്ട് വരാനും അല്ല അവിടെ മല കയറാനൊക്കെ ഉള്ളൊരു പരിപാടി. അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് നമ്മളെ പ്ലാന്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് അലൗഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറ്റി വെച്ചാൽ നമ്മളിവിടെ ഈ മനോഹരമായ അരുവിയിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടി വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ നല്ല പൊളപ്പം വ്യൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പൊളപ്പം വ്യൂ ആണ്. നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരം തന്നെ പറയാം. ഇത്രയും പ്രകൃതി മനോഹരമായ ഈ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് കാണുന്നതാണ് പറയുന്നത്, കോഴിക്കോട്ടുകാരായാലും ആരായാലും. പക്ഷെ കുറച്ച് ദൂരെയാണ്, വഴി കണ്ടുപിടിക്കാൻ തന്നെ വളരെ കുറച്ച് പാടാണ്. മുക്കം റൂട്ടിൽ വന്ന് കൂടരഞ്ഞി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല പൂവാറൻതോടാണ്. അതുകൊണ്ട് ഇവിടുത്തെ വേറൊരു സ്ഥലമുണ്ട് ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ എന്താ പറയുന്നത്, ഉടുമ്പുംപാറ എന്ന് പറയുന്നത്. അതും വലിയ ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഉള്ള ആളുകൾ വിളിക്കുന്ന പേരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയപ്പെടത്തുള്ളൂ. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമ്മൾ എന്തായാലും വരികയും എൻജോയ് ചെയ്യാൻ വേണ്ടതാണ്. കോഴിക്കോട്ടുകാർ പ്രത്യേകിച്ച് ആരും മറക്കരുത് ഗായ്സ്. അത്രയും അടിപൊളി സ്ഥലമാണ്. എനിക്കിവിടെ കണ്ടിട്ട് എന്താ പറയുക, ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഓൾമോസ്റ്റ് ടൈം എത്ര 5:45 അല്ലെങ്കിൽ 6 മണി സമയമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സ്ഥലത്ത് നിന്ന് പോകാൻ ഭയങ്കര മടി എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ്. ശരിക്കും ഒരു സായാഹ്നം ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പോയി. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ കുളിക്കാനും അതുപോലെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിന്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര ഒഴുക്കായിരിക്കും. ഭയങ്കര കാഴ്ചയാണ്. ശരിക്കും ഒരു എന്താ പറയാ, മനോഹരം തന്നെ പറയാം. ഒത്തിരി മനോഹരമായ സ്ഥലം തന്നെ പറയാം. പറഞ്ഞറിയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രയും നല്ല മനോഹരമാണ് ഈ സ്ഥലം. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളും ചില ഭാഗങ്ങളിലൊക്കെ പോകുന്നത് കാണിച്ചു തരാം. നമുക്ക് ഇവിടേക്കുള്ള ചില കാഴ്ചകൾ കാണാം. അതുകൊണ്ട് എൻ്റെ ഷൂ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഷൂ എടുത്താട്ടെ. ഇപ്പൊ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വേറൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അല്ലോ വാപ്പേ കഴുത്തോളി, അയ്യോ എൻ്റെ ഉമ്മ, അയ്യോ പോയി. ഇപ്പൊ തന്നെ ഞാൻ താഴത്ത് വീടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടില്ലേ ഈ കാഴ്ചകൾ, കാടുകള്, മലകള് കണ്ടോ. അയ്യോ ഇവിടെ സീനാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാലോ, ഇവിടെ ഒക്കെ വെള്ളച്ചാട്ടമൊക്കെ നല്ലോണം വരുന്ന സ്ഥലം കേട്ടോ. സീനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ഇതാണ് ചെറിയ പാലത്തിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ കൂടുതലും എനിക്ക് വിവരങ്ങളും ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഇത് കണ്ട് മനോഹരമായപ്പോൾ പിന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാനല്ലാണ്ട് വേറെ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇത്രയും ഈ മനോഹരമായ സ്ഥലം നമ്മളെ കോഴിക്കോട് ഉണ്ടാവുമ്പോൾ, കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരെയാണ് സംഭവം. അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങുമ്പോൾ താഴത്തേക്ക് പോയാൽ ലൈഫ് പോയി പോകും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങണം. കണ്ടില്ലേ നിങ്ങൾ, ഇവിടുന്നൊക്കെ ഞാനിപ്പോ ചാടി ഇറങ്ങി. കണ്ടാ, ഇതാണ് വ്യൂ. കണ്ടാ, ഇവിടെ ഒരുപാട് ഓപ്പണിങ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നല്ല കാഴ്ചകൾ. ഇവിടെ ഉണ്ട് കണ്ടോ, കാടാണ്, നല്ല കാടാണ്, അരുവികളാണ്, നല്ല തണുത്ത കിടുക്കാച്ചി വെള്ളം കേട്ടോ. ഓ, നമ്മൾ മിനറൽ വാട്ടറിനെ കടത്തി വിട്ടുന്നത് അമ്മാര് എന്താ പറയുന്നത്, വെള്ളത്തിന് പ്യൂരിറ്റി എന്നും പറയാം അല്ലേ. അപ്പോൾ രണ്ട് പടത്തിലുണ്ടെന്ന് പറയുന്നത് ഈ സ്ഥലം. അങ്ങനെയാണ് ഈ സ്ഥലം ഫേമസ് ആയെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷെ ആ ഏത് പടമാണ് ഞാൻ ഇനി പോയി ചെക്ക് ചെയ്യണോ ഏത് പടമാണ് ഇതിൽ ഈ ഉള്ളതെന്നുള്ള കാര്യം.
എന്നാൽ മാത്രമേ എനിക്ക് പങ്ങളോട് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ഗായ്സ് ഉണ്ട്, ചുമ്മാ വെറുതെ ഇങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. രണ്ട് എന്റെ അനിയന്മാരാണ് കേട്ടോ. പക്ഷെ എന്താ പരിപാടി എന്നറിയില്ല. യാ ബ്രോ ഹായ് പറയ് ഹായ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ. എന്താണ് BK ബ്ലോഗറാ? എന്താണ്ടാ ഞാൻ ഇതാക്കണം, ബ്ലൂപ്പേഴ്സ് ആക്കണം. പറഞ്ഞോ, ഞാൻ കട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അല്ല ഹബീബി താൽ മിനി ഞാൻ ഇവിടെ ഷൂ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നമ്മളിങ്ങനെ പോകുന്നു. എടാ എന്റെ ഷൂട്ട് ചെയ്യടാ. ഞാൻ അതിലൂടെ ഇങ്ങനെ ഇറങ്ങാട്ടാ. ഇതിലൂടെ ഇറങ്ങി ഇങ്ങനെ പോവാണ് മക്കളെ. എത്രത്തോളം പോകാൻ പറ്റും നോക്കട്ടെ. വഴുക്കുണ്ടെങ്കിൽ പണി പാളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. പോയി കഴിഞ്ഞാൽ താഴ്ന്ന് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ അരിയുടെ കാഴ്ചയുണ്ട്. ഒഴുക്കാണ് വെള്ളത്തിന്റെ, കോട്ടയാണെന്ന് തോന്നുന്നില്ലേ സംഭവം. ഒളിക്കും ചീറും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചീറായിരിക്കില്ല. വാ ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നവർ പറയുന്നത്. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. വൈക്കളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പൊളിക്കാം. ഇതാ കണ്ട് വ്യൂ, ഇത് പൊളിക്കൂലേ? അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് വെക്കട്ടെ. എന്താ സീന്, ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലോന്ന് ആലോചിക്കട്ടെ. മിന്നി അയ്യാ, എല്ലാ വഴിക്കാട്ടാ. നല്ല സീനാണ്, നല്ല വഴിക്കാണ്, നല്ല തണുപ്പുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട വ്യൂവിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വളരെ ശ്രദ്ധിച്ച് പോവുക. ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ നേരപ്പെട്ടേ എന്ന് പറഞ്ഞ് താഴത്തുണ്ടാവും. അതായിരിക്കും സീന്. അപ്പോൾ ഇവിടെ ആണല്ലേ നമ്മളെ ബ്രോസ് ഇവിടെ ഭയങ്കര പോസ്റ്റിങ്ങിലാണ്. ഫേസ്ബുക്കിൽ ഇടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ. അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഫേസ്ബുക്കിൽ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ കർത്താവേ ഇത് കാണുന്നില്ല നിങ്ങൾ, എന്ത് ജഗജകാന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മല, അതിൻ്റെ കൂടെ അരുവി, വെള്ളമൊഴുക്ക്, സീനുകൾ മൊത്തം ആകെ ടോട്ടൽ പ്രോബ്ലം. ഇവിടെ നല്ല വഴുക്കാണ് മക്കളെ, വഴുക്കാണ്. പണി കിട്ടല്ലോ. അയ്യോ, വഴുക്ക് എന്നല്ല നമ്മൾ പറയേണ്ടത്, വഴുക്ക് എന്ന് പറയേണ്ടത്. വഴുക്കിൽ ഞാനൊരു പിടുത്തം കിട്ടാതെ ഇവിടെ നേരെ അങ്ങോട്ട് പോകും ടപ്പേന്നും പറഞ്ഞു കണ്ട്. അപ്പോൾ അത് നല്ല പൊളിക്കും അല്ലേ. ഇതെങ്ങനെ പോകുന്നുണ്ട് ബായ്. ഞാൻ ഇങ്ങനെയാണ് ബായ്, ഇങ്ങനെ തന്നെയാണ് ബായ്. ഇതല്ല ഇത് പോകുന്ന എനിക്ക് അവാർഡ് തരണം നിങ്ങൾ ശരിക്കും വേണ്ട, മനസ്സിലായല്ല. ഇങ്ങനെയൊക്കെ പോകുന്ന നമുക്ക് അവാർഡ് തരേണ്ടി വരും. എൻ്റെ കർത്താവേ കണ്ടാ ഭയങ്കര വൈക്കാണ്. ഇത് കാല് വെക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഞാൻ ക്യാമറയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ സീന അറിയോ, ക്യാമറയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴത്തോട്ട് പോയി പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സേഫായിരിക്കും അല്ല, കുറച്ച് സേഫായിരിക്കും. വാ നോക്കട്ടെ, ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വാ. അപ്പോൾ ഞാൻ ഇവിടുന്നാണ് ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ ദേ എന്ന് പറഞ്ഞാ ഇവിടെ കിടക്കും. ഇവിടുന്ന് പിന്നെ ഇവിടെ തലയടിച്ച് പൊട്ടി ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാം. നേരത്തെ നമ്മൾ കണ്ട ആ വ്യൂ ഇവിടെ നിന്നുള്ളതാണ്. അല്ലേ, മനോഹര വ്യൂ എന്ന് പറയാം. എന്ത് രസമാണ് കാണാൻ അല്ലേ. അടിപൊളി എന്ന് പറയാ. അടിച്ചു പൊളിക്ക് ഞാൻ ഇട്ടാ. ഇങ്ങോട്ട് വാ, പോരി, ഇറങ്ങിക്കോ. വാ ഇവിടെ ഇറങ്ങിപ്പോരി. ആര് വണ്ടി ഇങ്ങോട്ട് പോരി. അവർക്ക് പേടി ഇറങ്ങാൻ. നമ്മളിവിടെ നമ്മൾ എവിടെയായാലും പോയിരിക്കും. BK എന്ന് പറഞ്ഞാല് BK ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എവിടെയും പോയിരിക്കും. നമ്മളെല്ലാ കാട്ടിലും മുക്കിലൊക്കെ കയറും. ആക്ച്വലി ഇന്നത്തെ പ്ലാനൊക്കെ മൊത്തം പൊട്ടിപ്പോയതാണ് കേട്ടോ. എന്താ ഇവിടെ മനോഹരമായി കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ല. നോക്കിയേ, ഇവിടെ എന്താ കൊതുകിന്റെ മുട്ടയാണോ അറിയില്ല, ഇതിന്റെ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാട്ടിലെ പ്രാണികളോ അങ്ങനെ എന്തായിരിക്കും, നല്ല അരുവികളാട്ടോ ശരിക്കും പറഞ്ഞാല്. അങ്ങോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവോ എന്തോന്ന് അറിയത്തില്ല. കാണല്ലേ, മനോഹരം. കണ്ട വെള്ളച്ചാട്ടം എന്താണല്ലേ രസം. ഞാനിവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാ കേട്ടെ. കർത്താവേ എന്തെല്ലാ പാടേ. അപ്പോ ഇവിടുന്ന് ഞാൻ ഒരു മിനിറ്റ് അപ്പൊ ഇങ്ങനെ വ്യൂ ഇങ്ങനെ കാണിച്ചരാ. അങ്ങ് താഴെ വരണ്ട് കേട്ടോ, അങ്ങ് താഴെ വരണ്ട്. പക്ഷെ അങ്ങോട്ട് വരെ നമുക്ക് പോകാൻ സാധിക്കില്ല. ടൈം ഓൾമോസ്റ്റ് 6 മണി ആയിട്ടുണ്ട്. അപ്പൊ 6 മണി ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇരുടായി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല. എന്റെ അനിയന്മാരെ കണ്ടില്ല, ഇപ്പോഴും ഇറങ്ങാൻ വേണ്ടി പേടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവർ ആ പേടി എന്നാണോ മാറുന്നത് അപ്പോൾ ഇറങ്ങത്തുള്ളൂ. ഇനിയിപ്പോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോ എന്നും അറിയത്തില്ല ഗായ്സ്. നിങ്ങളിവിടെ വരുമ്പോൾ മറക്കാതെ കുളിക്കാനുള്ള സെറ്റപ്പായിട്ട് വരണം. കുളിക്കാനുള്ള സെറ്റപ്പായിട്ട് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് നല്ല തണുപ്പാണ് വെള്ളത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല അടിപൊളി കിണ്ണങ്ങായ തണുപ്പാണ്.
അപ്പോൾ നിങ്ങൾ കുളിക്കാൻ കണക്കായിട്ട് വരണം. ആര് വരാണെങ്കിലും കുളിക്കുന്നത് ഒരു മുൻകൂട്ടി കാണണം. നല്ല തോർത്തോ മുണ്ടോ എന്താണ് ആവശ്യം വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വരാമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഇവിടെ ഈ സ്ഥലത്തൊക്കെ വന്ന് കുളിച്ചിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാണില്ല ഈ ചെറിയ കുളം പോലുള്ള ഭാഗത്ത് നിങ്ങൾ കുളിച്ച് പോകാൻ സാധിക്കുന്നതാണ്. നല്ല തണുപ്പാണ്. ഒത്തിരി പേര് വെക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ കളിക്കാൻ സാധിക്കുന്നതാണ്. സംഭവം എന്താ പറയുക, ഞാൻ ആക്ച്വലി തോർത്തോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും എന്താ പറയുക കുളിക്കാൻ പറ്റില്ല. ആകെ ഉള്ളൊരു ജീൻസ് പാൻറ്റും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നനഞ്ഞു കഴിഞ്ഞാൽ സീനാവും. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മേലെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ വരുമ്പോൾ ഉറപ്പായിട്ടും കുളിക്കണം എല്ലാ ഒരു തയ്യാറെടുപ്പിലൂടെയാണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങളാരും മറക്കണം ഗായ്സ്, ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുളിക്കാനുള്ള സെറ്റപ്പിൽ വരിക, ജസ്റ്റ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ ഞാൻ നേരത്തെ വന്ന അങ്ങോട്ട് മല കയറി തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കട്ടെ. അല്ലോ ഇപ്പോൾ ഇവിടെ ക്യാമറ അങ്ങോട്ട് ഷേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. കേട്ടോ ഇവിടെ കാല് കുടുങ്ങേണ്ട താമസമേ ഉള്ളൂ. അങ്ങോട്ട് പോയി പോകും. അങ്ങോട്ട് പോയി പോകുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കാല് കുടുങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ താഴത്ത് പോയി കിടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട. നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് മുകളിൽ ഈ മലേൻ്റെ മുകളിലേക്ക് കയറാനാണ് ആഗ്രഹം. ഈ മലേൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ബുദ്ധിമുട്ടും. എങ്ങനെ അപ്പോൾ പോകാനാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെ പോകുന്നതാണ് ഇവിടെയൊക്കെ. പിന്നെ അരുവിയിൽ ഇറങ്ങിയിട്ട് പോകേണ്ടി വരും. അതാപ്പോൾ പ്രശ്നം. അരുവിയിൽ ഇറങ്ങി പോകേണ്ടി വരും. ഞാൻ കാലൊന്ന് വെച്ചോ. ഇവിടെ എന്താ ആയുണ്ടോ എന്നല്ല, മൊബൈലൊക്കെ താഴത്ത് പോയിട്ടോ. സീനായിട്ട് കോണ്ടോ. നല്ല വൈക്കാണ്, അടിപൊളി വൈക്കാണ്. ആ പ്രശ്നം ഉണ്ടോ? വൈക്കുണ്ട്, നല്ല വൈക്കുണ്ട് കേട്ടോ. നല്ല വൈക്കാണ് കേട്ടോ. വൈക്കി പോകും. അതുകൊണ്ട് വെച്ചാൽ തന്നെ പോയി പോകും. അങ്ങോട്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, അങ്ങോട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയായിരുന്നു മുകളിൽ നല്ല സീനോട് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും സൈനിങ് ഓഫ്. ബാബീസ് കാശി, BK ബ്ലോഗ്. നമ്മളെ പ്രദേശം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ടാറ്റ കൊടുത്തോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും സൈനിങ് ഓഫ്. ബാബീസ് കാശി, അഗൈൻ BK ബ്ലോഗ്. ബൈ ബൈ, താങ്ക് യു. അമ്മാരി ക്ലാരിറ്റിയാണ് വെള്ളത്തിന്. പ്യുവർ ടേസ്റ്റ് നോക്കി നല്ല മധുരം ഉണ്ട് കേട്ടോ. കൂടിറങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തിനെ കയറിക്ക് നോക്കണം. പൂവാറൻ തോട് എന്ന സ്ഥലത്താണ് കാണാം. അതുകൊണ്ട് എൻ്റെ ഷൂ കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഷൂ എടുത്താട്ടെ. ഇതിൽ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും എടുത്തു പോയി കഴിഞ്ഞാലേ അത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ മുഖത്ത് കാണുന്ന ഭാഗം കണ്ടാൽ അറിയാൻ നല്ല പേടിയുണ്ടെന്ന്. എന്നാൽ ഫോറസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് അലൗഡ് ചെയ്തില്ല. എൻ്റെ ഭർത്താവേ നല്ല പിന്നെ കേടാന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. അങ്ങോട്ടേക്ക് ആക്കാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ടാസ്ക്. പൊളിക്കൂലേ? പിന്നെ ഞാൻ സംഭവം എന്താ അറിയോ, കാൽമേല് എന്തോ ചവിട്ടില്ല. അപ്പോൾ